എടി നീ ഈ മാസത്തെ ലോണിന്റെ EMI അടച്ചായിരുന്നോ? അത് അടയ്ക്കാം അമ്മ. ഹലോ, ഞാൻ ആതിരയല്ലേ സംസാരിക്കുന്നത്? ഹലോ, എബ്രോഡ് കൺസൾട്ടൻസി അല്ലേ? നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യം എന്തെങ്കിലും ആയായിരുന്നോ? സോറി, ഇപ്പോൾ കറന്റ് പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. UK മൈഗ്രേഷൻസ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? UK മൈഗ്രേഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണല്ലോ. ഇല്ല, OET വെച്ചുള്ള കൺട്രീസ് എല്ലാം അറ്റ് പ്രസന്റ് റിക്രൂട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, ഓഗസ്റ്റിൽ എൻ്റെ OETയുടെ വാലിഡിറ്റി കഴിയും. OET നിലവിൽ ചാൻസസ് കുറവാണ് കേട്ടോ. ഒന്നാമത് ഒരുപാട് രാജ്യത്തേക്കുള്ള ആപ്ലിക്കേഷൻസ് പെൻഡിങ് ഒത്തിരി ഉണ്ട്. വേറെ ഏതെങ്കിലും രാജ്യമൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. GCC വല്ലതും നോക്കുന്നുണ്ടോ? OET ഇല്ലാതെ പോകാൻ പറ്റുന്ന ഏതെങ്കിലും കൺട്രീസിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അധികം അറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ ആക്ച്വലി കുറേ ഏജൻസിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി ഇപ്പം മൈഗ്രേഷൻ ഒന്നും നടക്കാത്ത? ഒരുപാട് ഡിലേ ആവുമോ? നമുക്കിപ്പോൾ എത്ര ഏജൻസി വിളിച്ചെന്ന് പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും മറുപടി വരുന്നത്. നമുക്ക് റിക്രൂട്ട്മെന്റ് ഭയങ്കര ഒരു ശോകാവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എവിടെ വിളിച്ചാലും ഇതൊക്കെ തന്നെ ആൻസർ കിട്ടാൻ പോകുന്നുള്ളൂ. അതെ അല്ലേ? എടി, എനിക്ക് 5-ാം തീയതിക്കുള്ളിൽ എൻ്റെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനുണ്ട്. തവണയും കൂടെ അത് മുടക്കം വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. ഈ വാടക വീട്ടിൽ കിടന്ന് ഞാൻ മടുത്ത്. ആ ഓണർ വിളിച്ച് ദിവസവും ചീത്ത വിളിയാ. ഈ വീട്ടിൽ നിന്ന് എന്നാ മോളെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? മോളെ, നിന്നെ പഠിപ്പിക്കാൻ എത്ര ലക്ഷം രൂപയാ അച്ഛൻ മുടക്കിയത്, എന്നിട്ടും നീ എന്നും എത്തിയില്ല. OETയുടെയോ IELTSന്റെയോ ഡെൻമാർക്ക് ലാംഗ്വേജ് പ്രൊഫഷണൽസ് ടെസ്റ്റിന്റെയോ സഹായമില്ലാതെ വളരെ എളുപ്പത്തിൽ ഡെൻമാർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഡെൻമാർക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഫോർ നേഴ്സസിന് ഇനി മുതൽ 50 വയസ്സ് വരെയുള്ള നേഴ്സുമാർക്കും അപ്ലൈ ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്വിൻസ് അബ്രോഡിനെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ ഡെൻമാർക്കിൽ എത്തുക. നിങ്ങളുടെ ഫ്യൂച്ചർ ശോഭനമാക്കുക. ഹലോ, ട്വിൻസ് അബ്രോഡ്.